ഹലോ വൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 തരം കട്ടിങ് സ്കില്ലാണ്. കട്ടിങ് സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കളിയിൽ നല്ല എഫക്റ്റീവായിട്ട് ചെയ്യുക. നമ്മൾ കുറേ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിഫൻഡർ എങ്ങനെ മാറ്റാൻ പോകുന്നുള്ള സ്കില്ലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ നമ്മളെ റബോണ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റബോണ കാല് ബാക്കിലിട്ട് അടിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു 4 ഷോട്ടുകൾ കളിക്കുക. നമ്മൾ കളിയിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു കട്ടിങ് സ്കിൽ നമ്മൾ എടുത്താലേ അത് എഫക്റ്റീവ് ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ അതുകൊണ്ടിട്ട് നിങ്ങൾ കട്ടിങ് സ്കില്ലുകൾ എടുത്താൽ അത് നിങ്ങൾ എന്തായാലും അടിക്കൂല എന്നുള്ള ഉറപ്പിൽ ഡിഫൻഡർ അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കും, നമ്മൾ ചെയ്യുന്ന വേസ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ 2-3 ഷോട്ടുകൾ റബോണ സ്കില്ലോട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പാസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷോട്ട് അടിക്കുകയോ ചെയ്തിട്ട് അപ്പം നിങ്ങൾ ആ ഒരു കട്ടിങ് സ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു പാസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഷൂട്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് നമ്മളൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ തന്നെ അടിച്ച് എന്നുള്ള ഉറപ്പ് വരുത്തണം. നമ്മൾ അടിച്ച് എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നെ വരുത്തിയതിന് ശേഷം ആ ഒരു എൻഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ഡിഫൻഡർ ഔട്ടാവും. നമ്മളൊരു പാസ് കൊടുക്കുന്ന പോലെ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബോൾ ഉരുട്ടിക്കൊണ്ടുപോവുക. അതേ ഡയറക്ഷനിൽ ബോൾ പാസിങ് കൊടുക്കാനോ അല്ലെങ്കിൽ അടിക്കാനോ പോകുന്ന പോലെ ജസ്റ്റ് ഒരു ഫേക്ക് ആയിരിക്കരുത്. നിങ്ങൾ തന്നെ ശരിക്കും ഒരു ഫേക്ക് ആകുന്ന പോലെ ഉള്ള ഒരു ഫേക്കും ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് നിങ്ങൾ കട്ട് ചെയ്യണം. ആ ഒരു കട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന കാലും കൂടി കുറച്ച് എയറിലായി അപ്പുറം വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുന്നത്. പല പ്രാവശ്യം അത് വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഡിഫൻഡർ അവിടെ നിന്ന് മാറിപ്പോവും. മൂന്നാമത്തെ കട്ടിങ് സ്കില്ല് നിങ്ങൾ സാധാരണ എല്ലാവരും ഒരു പോസ്റ്റിന് മുന്നേ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫേക്ക് ഇടുന്നില്ല, പോസ്റ്റിൽ അടിക്കുന്ന പോലെ ജസ്റ്റ് ഒരു ഫേക്ക്. ആ ഫേക്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്തിട്ട് പോകുന്നത് കാണാം. ഇപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ആ ഫേക്ക് ചെയ്താൽ എന്തായാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോവാന്നുള്ള ഒരു നിഗമനത്തിൽ എല്ലാ ഡിഫൻഡേഴ്സും വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ ഒരു ഫേക്ക് ചെയ്തിട്ട് അതിൽ തന്നെ ഒരു ഡബിൾ ടാപ്പ് ചെയ്തിട്ട് സെയിം ഡയറക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡബിൾ ടാപ്പ് പഠിക്കുക. ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അടിക്കുന്ന പോലെ ഫേക്ക് ചെയ്ത് പഠിക്കുക. അത് തന്നെ രണ്ടും നല്ല കോമ്പിനേഷൻ ആയിട്ട് ഒരുമിച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ എല്ലാ സ്കില്ലിലും നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് വെച്ചാൽ ഈ അടിക്കുന്ന ഫേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെറിയ ഫേക്ക് ആയിരിക്കരുത്. നമ്മൾ വെറുതെ എന്തോ ആർക്കോ വേണ്ടി അടിക്കാൻ പോകുന്ന പോലെ ഫേക്ക് ആയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡിഫൻഡർ ഔട്ടാൻ പോകുന്നില്ല. ഫേക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് നിങ്ങൾ തന്നെ അടിച്ച് എന്നുള്ള ഉറപ്പ് വരുത്തുന്ന പോലെ ആ മൊമെന്റിൽ ബോളിൻ്റെ അടുത്തെത്തുന്ന ആ മൊമെന്റിൽ കട്ട് ചെയ്യണോ. ഈ 3 സ്കില്ലും അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആകുമെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നാളെ കാണാം.